Hey guys, welcome back. അപ്പോൾ ഫൈനലി ദ ഡേയ്സ് ഹിയർ. ഇന്ന് ഞാൻ പറക്കുക കൊച്ചിയിലോട്ട്. ആൻഡ് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോകുന്നത്. ഹായ്. ഹലോ ഹായ്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോകുന്നത്. അപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുന്നു, അവിടെ വണ്ടി ഇടുന്നു, പെട്ടികളെല്ലാം കയറ്റുന്നു, ചെക്ക് ഇൻ ചെയ്യുന്നു, പോകുന്നു. അപ്പം ഇവരെല്ലാം 2 ദിവസം കഴിഞ്ഞ ഫ്ലൈ ആണ്. ചേച്ചിയും പിള്ളേരും പപ്പയൊക്കെ പിന്നെ ചേട്ടാ വരുന്നു. മമ്മി ഓൾറെഡി നാട്ടിൽ പോയി. അപ്പം ഇതൊക്കെയാണ് ഗായ്സ്. അപ്പം സ്റ്റേ ട്യൂൺഡ്. പെട്ടിയൊക്കെ കിട്ടി, ചുമയൊക്കെ പഠിച്ചു. ആഫ്റ്റർ എ ലോങ് ഫ്ലൈറ്റ് ഐ മീൻ നെടുമ്പാശ്ശേരി കൊച്ചിയിലുണ്ട്. അപ്പം ഞാനിപ്പോൾ നേരെ എയറോ ലോഞ്ചിലോട്ട് പോവാം. ഇറ്റ്സ് കോൾഡ് 0484 എയറോ ലോഞ്ച്. അത് നെടുമ്പാശ്ശേരിക്കാരുടെ തന്നെ ഒരു ഹോട്ടൽ പോലെ, ലോഞ്ച് പോലെ. അപ്പം നമുക്ക് 6 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ ഇങ്ങനെ സ്റ്റേ ചെയ്യാം. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഇവിടെ സമയം വെളുപ്പിന് 3 മണി. അപ്പം നമ്മൾ ചുമ്മാ ഓരോരുത്തരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നേക്കാളും ഭേദമല്ലേ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ 9 മണി വരെട്ട് എനിക്ക് സ്റ്റേ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് നടക്കുക, ഞാൻ കാണിച്ചു തരാം. അവിടെ ബോർഡ് കണ്ടോ, 0484 എയറോ ലോഞ്ച്. അതാണ് സംഭവം. ഇത് ഗൈസ്, ഇത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ടെർമിനൽ 3ലാണ് വന്ന് ഇറങ്ങുന്നത്, വിച്ച് ഇസ് ദ ഇൻ്റർനാഷണൽ ടെർമിനൽ. സോ പ്രിറ്റി മച്ച് ഈ ലോഞ്ച് എന്ന് പറയുന്നത് ടെർമിനൽ 3 and 1 നടക്കുക. അപ്പം 1 എന്ന് പറയുന്നതാണ് ഡൊമസ്റ്റിക്, 3 എന്ന് പറയുന്നതാണ് ഇൻ്റർനാഷണൽ. അപ്പം നമ്മൾ ഇൻ്റർനാഷണൽ ഫ്ലൈ ചെയ്യുന്നവർക്കൊക്കെ 3 വന്നായിരിക്കും നമ്മൾ ഇറങ്ങുന്നത്. അപ്പം ഈ 2 ടെർമിനലിൻ്റെ നടക്കായിട്ടാണ് ഈ ലോഞ്ച് വരുന്നത്. ഞാൻ കാണിച്ചത്. ഓക്കെ, ഇതൊക്കെ എന്തോ ബിസിനസ് ജെറ്റ് ടെർമിനലാണ്. ഇതൊക്കെ എന്നാന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഐ തിങ്ക് ആ നേരെ പോയി കഴിയുമ്പോഴാണെന്ന് തോന്നുന്നു ലോഞ്ച് വരുന്നത്. ഗൈസ്, സോ ഈ കാണുന്നതാണ് ആ ലോഞ്ച് ഞാൻ പറഞ്ഞത്. ദിസ് ഇസ് ദ വൺ റൈറ്റ് ഹിയർ. അപ്പോൾ ഗൈസ്, ഞാൻ റൂമിലെത്തി. ഞാൻ ഈ റൂമിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം. ഓക്കെ, ഒരു ബെഡുണ്ട്, കോംപ്ലിമെൻ്ററി വാട്ടർ, സ്നാക്സ് ഇല്ല ആക്ച്വലി. ഇത് ചാർജബിളാണ്, ഇത് ചാർജ് ചെയ്യും, ഇത് ഫ്രീയാണ്. പിന്നെ അങ്ങനെ വിൻഡോ ഒന്നുമില്ല. പിന്നെന്താ, ബാത്റൂം, ഒന്ന് കുളിക്കാനും ഫ്രഷനപ്പ് ആവാനും. കോട്ടയത്തോട്ടൊക്കെ പോകാൻ ഇച്ചിരി ദൂരം ആയതുകൊണ്ട്, അപ്പോൾ എല്ലാവർക്കും കൺവീനിയൻറ്റ് ഇതായതുകൊണ്ട് ഇവിടെ അങ്ങ് ഞാൻ റൂം എടുത്തു. സോ ഫസ്റ്റ് എക്സ്പീരിയൻസ് സോ ഫാർ ഗുഡ്. ഭയങ്കര നല്ലതാണ്. അവർ വരുമ്പോഴേ ലഗേജൊക്കെ അവർ തന്നെ എടുത്തു വെച്ചു. വെരി എന്നാ പറയുന്നത്, ഭയങ്കര നല്ല, ഇറ്റ്സ് റിയലി ഗുഡ്. അപ്പം ഞാൻ പറഞ്ഞ സമയം 6 മണിക്കൂർ. അപ്പം 3 AM തൊട്ട് 9 AM വരെ. അപ്പോൾ അതാണ് എൻ്റെ സമയം. സോ ബി സ്പെൻഡിങ് ദ നൈറ്റ് ഹിയർ. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം ഇവിടെ ഇപ്പം മൺഡേ രാവിലെ ഇപ്പോൾ സമയം 9 മണി ആവാറായി. ഞാൻ ഇന്നലെ വന്നു, ഒന്ന് ഫ്രഷനപ്പായി, കുറച്ച് മണിക്കൂർ കിടന്നുറങ്ങി. ബിക്കോസ് എനിക്ക് സിക്കായതിൻ്റെ ആ ഒരു ക്ഷീണമെല്ലാം ഉണ്ട്. അപ്പോൾ ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഇവിടുത്തെ ലോഞ്ചിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ആക്ച്വലി നോക്കിയില്ല. സോ മമ്മിയും എൻ്റെ കസിൻ ചേച്ചിയൊക്കെ ഇപ്പം വരും. ആക്ച്വലി 30 minutes വരും. അപ്പം ദ പ്ലാൻ ഇസ് go eat something first and then go for shopping. അപ്പം എനിക്കറിയത്തില്ല എൻ്റെ ഇന്നത്തെ അവസ്ഥ വെച്ച് എങ്ങനെ എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. but we will see.
ഏറ്റുമാനൂർ വന്നു. അപ്പം ഇന്നത്തെ ഒരു പോക്കിൽ തന്നെ ഞങ്ങൾ എറണാകുളത്ത് ഷിമാറ്റിൽ പോയി. അവിടെ നിന്ന് തന്നെ എൻ്റെ സാരി എടുത്തു, ലെഹങ്ക എടുത്തു, എല്ലാം ഷടപടയുന്നായിരുന്നു. സോ ഹോപ്പ്ഫുള്ളി ഐ ക്യാൻ റെസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് നൗ. ഞാനും ആക്ച്വലി പ്രതീക്ഷിച്ചില്ല എല്ലാം ഷടപടയെന്നാവുന്നു. ബട്ട് എവറിത്തിങ് വെൻറ്റ് വെൽ. എനിക്കിഷ്ടപ്പെട്ട സാരിയും കിട്ടി, ഇഷ്ടപ്പെട്ട ലെഹങ്കയും കിട്ടി. അപ്പം യാ, സോ ഇപ്പം ഇവിടെ സമയം 9 മണി എന്തോ ആയി രാത്രിയിൽ. ഐ എം വെരി സ്ലീപ്പി റൈറ്റ് നൗ. അപ്പം സിക്ക് ആയതുകൊണ്ട് അതിനുള്ള മരുന്നൊക്കെ എടുത്തിരിക്കും. അപ്പം ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്. കോട്ടയം വീട് ഹായ്, കോട്ടയം വീടാണോ? ഹായ് ഹായ്, കോട്ടയം വീട്. വാവ്, കോട്ടയം വീട് എന്തേ കോട്ടയത്ത്? ആ മമ്മ ബ്ലാക്ക് കാർ, മമ്മ പുതിയ കാർ. ഈശോയ്ക്ക് സ്തുതി കൊടുത്തേ. ഈശോ സ്തുതി കൊടുത്തേ. ഈശോ താങ്ക് യു ജീസസ് പറഞ്ഞ. താങ്ക് യു ജീസസ്. ഓട്ടോറിക്ഷ കണ്ടോ? ഇഷ്ടാണോ? കേറിക്കോട്ടോ. പീസ് ചീസ് ചീസ്. അപ്പം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എല്ലാവരും സിക്ക് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വ്ളോഗ് എടുത്തില്ല. ആൻഡ് ഓൾസോ ഭയങ്കര ചൂടാണ്. അപ്പോൾ ആദ്യ ദിവസം വന്നപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ എൻ്റെ ഓൾമോസ്റ്റ് ഷോപ്പിംഗ് ഞാനെല്ലാം ചെയ്തു. അപ്പം ഇന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് വീക്കായി. ആൻഡ് ഇപ്പം ഭയങ്കര ചൂടാണ്. വെള്ളോട്ട് ഇറങ്ങി അപ്പം നമ്മളിങ്ങനെ ഉരുകി പോവാം. അപ്പം ഇപ്പോൾ എവിടെയാണ് ഇങ്ങനെ ഒരുങ്ങി വീടിൻ്റെ അകത്ത് ഇങ്ങനെ ഫാനൊക്കെ ഇട്ടിരിക്കുക. സോ ദ പ്ലാൻ ഇസ് ഇന്ന് കോട്ടയത്ത് പോകുന്നു ബാക്കിയുള്ളവർക്കൊക്കെ ഷോപ്പിംഗ് സാധനങ്ങളൊക്കെ മേടിക്കാൻ. അപ്പം എൻ്റെ ഫസ്റ്റ് ഡേ തന്നെ ഓൾമോസ്റ്റ് എല്ലാം ചെയ്താണ്. എനിക്കിന്ന് അത്രയും സ്ട്രെസ്സ് വരുന്നില്ല. കാരണം അതിന് മുമ്പ് അയ്യോ ഡ്രസ്സ് കിട്ടുമോ എങ്ങനെയാണെന്നൊക്കെ ഓർത്തായിരുന്നത്. ബട്ട് എനിവേ എവറിത്തിങ് ഈസ് ഗോയിങ് സ്മൂത്ത്ലി. അങ്ങനെ വെളിയിലിറങ്ങി ഭയങ്കര ചൂടാണ്. ചെറിയൊരു കാറ്റ് വന്നാൽ തന്നെ നമുക്കൊരു ആശ്വാസമുണ്ട്. പക്ഷെ അല്ലാതെ നമ്മൾ കടയിൽ എന്തിനാണെന്ന് ചെയ്യാം. ഓക്കെ, ഞങ്ങൾ ഉടുപ്പ് മേടിക്കാൻ വന്നല്ലേ. മുറ്റശ്ശേക്ക് വാവു വന്നു പറഞ്ഞു. ചേച്ചി കോട്ടയത്ത് പോയിട്ട് എന്നെയും. ഹായ്. അപ്പം another day, another morning. അപ്പം ഇന്ന് ബാക്കി ഞങ്ങൾ കോട്ടയം ഷോപ്പിങ്ങിന് പോവാണ്. അപ്പം കൊട ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ടാൻഡ്. ചേച്ചി ഓട്ടോറിക്ഷ കയറി പോവല്ലേ? ഓക്കെ ബൈ. ബ്ലൂ പൊട്ടിട്ട് അത് തന്നെ അത് തന്നെ. Actually good. Why is it so hard? Why is it so hard to shop with a bit?
I We just can got here. What do you know if it was me in Abin's place, ഈ സമയം കൊണ്ട് ഒരു 10 ഔട്ട്ഫിറ്റ് ഞാൻ എടുത്ത് കഴിയും. But this guy is so selective. Well, I'm getting married, so I gotta be careful. Hi Abin, നമ്മൾ എവിടെ പോവാ? Going to hang out at Hangout. Abin, what is going on? Abin ഇപ്പോഴും US-ലാന്ന് തോന്നുന്നു. Sorry. Oh, Canada guys. Okay, നമ്മൾ അങ്ങനെ ഇവിടെ ഹാങ് ഔട്ടിൽ വന്നു. It's called Hangout Play World. Abin Maman is driving, Minimon in the back. Officially, the first step of the wedding is the pre-wedding shoot. I'm gonna wear sari, my first outfit. Second outfit is like an western outfit. അപ്പം നമുക്ക് 6:15 ലൊക്കേഷനിൽ ചെല്ലണം. ആ ലൈറ്റിംഗ് പോകുന്നതിന് മുമ്പ് ചെല്ലണം. സോ അമ്മ ഗോ ഗെറ്റ് റെഡി. ബൈ. Hey guys, so we are here in the car waiting our photographer because ഇന്ന് ഞങ്ങളുടെ save the date shoot up. ഞാനൊരു സാരി ഒക്കെയാണ് ഇട്ടിരിക്കുന്നത് and Abin is wearing a Kerala outfit, white മുണ്ട്. Okay, bye. So നമ്മുടെ ഷൂട്ട് എല്ലാം കഴിഞ്ഞു. Abin is driving. അപ്പം എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരു 1.5 എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, സോ എക്സ്പീരിയൻസ് പറയാൻ ഒരു 1.5 എക്സ്പീരിയൻസ് വ്ളോഗ് മിഡ് ആയിരിക്കും. ഓക്കെ, സോ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരു 1.5 എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ കിടങ്ങൂർ ഉള്ളൊരു പാടം പോലത്തെ ഒരു സ്ഥലം അവിടെയായിരുന്നു. അപ്പം രാവിലെ ആയതുകൊണ്ട് നല്ല like misty, foggy ആയതുകൊണ്ട് നല്ല രസമായിരുന്നു. But towards like now it's like 9 AM. ചുറ്റും പിള്ളേരൊക്കെ വന്നു. ഞങ്ങളിവിടെ സിൽക്കോണിൻ്റെ റൂഫ് ടോപ്പിൽ പിള്ളേർക്ക് കളിക്കാനുള്ളൊരു ഏരിയ പോലെയുണ്ട് ഇവിടെ. സോ ഇവിടെ വന്ന് വി ആർ ചില്ലിങ്. ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അൽഫാം. സോ വി ഗോണ ഈറ്റ് ഡിന്നർ ആൻഡ് ഗോ home. Exhausted because it's too hot.